അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, UAE മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ലോഞ്ച് ചെയ്ത പുതിയ ഒരു ബോണ്ട്, ഒരു TC കൂക്ക് ഈ മാസം അഥവാ ജൂൺ 2026 24 തീയതി ഓപ്പണായി. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ 2026 ജൂൺ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് ഇത് ക്ലോസും ആവും. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കൊരു ഉപകാരമാകുമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് UAEയുടെയും DFM, നസ്ദാഖ് ദുബായ്, എമിറേറ്റ്സ് NBD, ADIB, മഷ്രിഖ്, അജ്മാൻ ബാങ്ക്, ADX ഇതൊക്കെ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് എന്ന് പറയുന്നില്ല, പക്ഷേ സേഫാണ്. പിന്നെ UAE ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളതാണ്. അതുകൊണ്ട് സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 ദിറംസ് ആണ്. മൾട്ടിപ്പിൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത്, ഞങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ 2 വർഷം ഹോൾഡ് ചെയ്യണം. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ അവർ പറയുന്നത് വർഷത്തിൽ 2 പ്രാവശ്യം 6 മാസം കൂടുമ്പോൾ 2.3 വെച്ചിട്ട് റിട്ടേൺ തരും. അഥവാ ഞങ്ങൾ ഇമാസം ഇത് ചെയ്യുകയാണെങ്കിൽ 2027 ജാനുവരിയിൽ അവർ ഫസ്റ്റ് പ്രോഫിറ്റ് 2 സംതിങ് അഥവാ 1000 ചില്ലറ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ 43 ദിർഹംസ് നമുക്ക് ജനുവരിയിൽ തിരിച്ചു തരും, പ്രോഫിറ്റായിട്ട് തരും. പിന്നെ അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് ബാക്കി 40 ചില്ലറ വീണ്ടും അവർ തരും. അതാണ് അവർ പറയുന്നത്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ആ റിട്ടേൺസും കൂടും. ഇത് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് എന്നൊന്നും പറയുന്നില്ല. റിസ്ക് ഫാക്ടർ കുറവാണ്, അതുകൊണ്ട് തന്നെ റിട്ടേൺസും കുറവാണ്. പക്ഷേ സേഫാണ്, UAE ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സേഫായിട്ട് റിസ്ക് കുറഞ്ഞ് റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് DFM ആപ്പ് വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. DFM ആപ്പ് വഴി നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം DFM ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്കൊരു NIN നമ്പർ എന്ന് പറയും, അഥവാ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പർ, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് DFM ആപ്പ് വഴിയും ചെയ്യാം, ADX വഴിയും ചെയ്യാം, ബാങ്ക് ത്രൂവും ചെയ്യാം, ബ്രോക്കർ വഴിയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു ആദ്യ വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഇമെയിൽ ഐഡിയോ നിങ്ങളെ ഫോൺ നമ്പറോ തന്നു കഴിഞ്ഞാലും മതി. ഡൗട്ടുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ്. ഒരു കാര്യം ഓർമ്മിക്കുക, ഈ മാസം 30 വരെയേ ഇതിൻ്റെ ടൈമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റായതിൻ്റെ ശേഷം മാത്രമേ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ.